എറണാകുളം വൈറ്റിലയ്ക്ക് സമീപം 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം. നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസിന്റെ പിന്നിൽ ലോറി ഇടിച്ചു. തുടർന്ന് ലോറിയിൽ പുറകെ വന്ന ടൂറിസ്റ്റ് ബസ് ഇടിക്കുകയായിരുന്നു. ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്ക്. വിശദാംശങ്ങൾ സഹിൻ ആന്റണി നൽകും. കൊച്ചിയിൽ നിന്ന് സഹിൻ, 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടം എന്നാണ് മനസ്സിലാക്കുന്നത്. എത്തരത്തിലാണ് ഈ അപകടം ഉണ്ടായത്? അപകടത്തിൽപ്പെട്ട ആളുകളുടെ ഒരു സ്ഥിതി എങ്ങനെയാണ് സഹിൻ? അതായത് അതിന് 1 മണിക്കൂർ മുമ്പായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടായത്. നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ 3 വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത്. ഒരു സ്വകാര്യ ബസ് ഈ കാണുന്ന ഇടത്ത്, അതായത് കണ്ണാടിക്കാട് എന്ന് പറയുന്ന ഇടത്ത് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അതിന് തൊട്ടു പുറകിൽ ലോറി എത്തുകയും ലോറിക്ക് പുറകിലായി ഈ ടൂറിസ്റ്റ് ബസ് വന്നിടിക്കുകയുമാണ് ഉണ്ടായത്. എന്തായാലും യാത്രക്കാർക്ക് ആർക്കും തന്നെ പരിക്കില്ല എന്നുള്ള ഒരു ആശ്വാസകരമായ ഒരു കാര്യമുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, കോരിച്ചൊരിയുന്ന മഴയുണ്ടായിരുന്നു. ഈ സമയത്ത് നിയന്ത്രണം ലോറിക്ക് നഷ്ടപ്പെട്ടതാകാം ഇത്തരത്തിലുള്ള ഒരു അപകടത്തിന് കാരണമെന്നുള്ള ഒരു വിലയിരുത്തലാണ് പൊതുവെ ഉള്ളത്. പോലീസ് എത്തി ഇവിടെ നിന്നും സ്ഥലത്തു നിന്നും ആളുകളെ ഒഴിപ്പിക്കുകയും ചെയ്തിരുന്നു. ഗതാഗതം വലിയ രീതിയിൽ തടസ്സപ്പെട്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. എന്തായാലും അതിന് ഒരു കാര്യമായ ഒരു മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ആളുകളെല്ലാം ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗതാഗതം പഴയ ഗതിയിൽ തന്നെ ആയിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വകാര്യ ബസ്സിൽ ആദ്യം വന്ന് സ്വകാര്യ ബസ്സിൽ ആദ്യം ലോറി ഇടിക്കുകയും ലോറി പിന്നീട് ഈ ലോറിക്ക് തൊട്ടു പുറകിലായി കാണുന്നത് പോലെ തന്നെ ടൂറിസ്റ്റ് ബസ് വന്നിടിക്കുകയുമാണ് ഉണ്ടായത്. ലോറി ക്ലീനർ അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ചേട്ടാ, എന്താ സംഭവിച്ചത്? സാറേ, അവൻ്റെ ബസ്സുകാരെ കൊണ്ട് ഫ്രണ്ടിൽ നിർത്തി, ബാക്കിൽ കിടക്കുന്ന ബസ്സുകാരെ സ്റ്റോപ്പിൽ ഇവിടെ നിർത്താണ്ട് അവിടെ നിർത്തി ആളിറക്കി. ഞാൻ ചവിട്ടി നിർത്തി, റൈറ്റ് സൈഡ് ഒരു കാറ് വന്നു. അപ്പോൾ ഞാൻ ചവിട്ടി നിർത്തി. ട്രാവൽസുകാരെ കൊണ്ട് പുറയിലടിച്ച് വണ്ടിയിൽ പുറയിലും പോയി അടിച്ചു. ടൂറിസ്റ്റ് ബസ്സിൽ പോയി ഇടിച്ചോ? ടൂറിസ്റ്റ് ബസ്സുകാരെ എൻ്റെ പുറകിൽ കൊണ്ട് അടിച്ചു. ഒന്നുമില്ല. ഒഴിപ്പിച്ചു. പാലക്കാട് തിരുവനന്തപുരം പോകണം, ബാലരാപുരം പോകണം ലോഡ്. പോലീസ് വന്നു എല്ലാം അന്വേഷിച്ച് പോയി. എല്ലാം വരാൻ പറഞ്ഞ് സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. ഞാൻ അതിന് എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം സ്റ്റേഷനിലേക്ക് പോകാൻ. വാർത്ത തന്നെയാണ്. മറ്റൊരു അപകടവും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ നിർത്തിയിട്ടിരുന്ന വാഹനത്തിൽ സ്വകാര്യ ബസ്സിൽ വന്ന ലോറി ഇടിക്കുകയായിരുന്നു. ലോറിക്ക് തൊട്ടു പുറകിൽ, അത് കാണുന്നത് പോലെ ഇവിടെയാണ് ലോറി, സ്വകാര്യ ബസ്സിൽ ലോറിയുടെ ഈ ഭാഗമാണ് വന്നിടിച്ചത്. അതിനുശേഷം ഈ ലോറിയിലേക്ക് ടൂറിസ്റ്റ് ബസ് വന്നിടിക്കുകയായിരുന്നു. ആതിര. ശരി സഹിൻ, വൈറ്റിലയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. സമാധാനകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപകടത്തിൽ ആർക്കും പരുക്കില്ല എന്നുള്ളതാണ്. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.